ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ വമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ സെറാബ് നഗരത്തിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നഗരം, അതായത് ഈ സെറാബ് നഗരം പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത്. ബലൂചിസ്ഥാൻ നേരത്തെ തന്നെ ഞങ്ങൾ സ്വതന്ത്രരായി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ക്വറ്റയാണ് ഞങ്ങളുടെ തലസ്ഥാനം എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരുന്നു. നിലവിൽ 3 മുന്നണികളിൽ നിന്നുള്ള ആക്രമണങ്ങളെയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. ഒരു വശത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ആക്രമിക്കുമ്പോൾ മറുവശത്ത് ബലൂചിസ്ഥാൻ സൈന്യത്തിൻ്റെ കലാപത്തെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ അവരുടെ ഒരു നഗരം നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സുറാബ് നഗരത്തിൻ്റെ നിയന്ത്രണം BLA ഏറ്റെടുത്തു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാദേശിക സ്രോതസ്സുകളുടെയും ദൃക്സാക്ഷികളുടെയും വിവരണം അനുസരിച്ച് നൂറുകണക്കിന് സായുധ പോരാളികളാണ് സുറാബ് നഗരത്തെ ആക്രമിച്ചത്. ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു ബാങ്ക്, നിരവധി സർക്കാർ ഓഫീസുകൾ എന്നിവ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തുവെന്ന് ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർ ആയുധങ്ങളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ആയുധധാരികളായ ബലൂച്ച് പോരാളികൾ നിരവധി ഉദ്യോഗസ്ഥരെയാണ് കസ്റ്റഡിയിലെടുത്ത് തടങ്കലിലാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ തീർച്ചയായും ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങളെ കാണിക്കുന്നതാണ്. എന്തായാലും പട്ടാളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ നേരിടാൻ ഇറങ്ങിയപ്പോൾ പട്ടാളം നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. പട്ടാളം പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥയാണ് കാണാനായി സാധിച്ചത്. പാകിസ്ഥാൻ സൈന്യത്തെ, പട്ടാളത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ രീതിയിലുള്ള ആക്രമണത്തിൽ ആ നഗരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആക്രമണത്തിനിടെ ബലൂച്ച് പോരാളികൾ നിരവധി സർക്കാർ വാഹനങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്. ഇതോടെ ക്വറ്റ, കറാച്ചി ദേശീയപാത, സൂരബ് ഗിദ്ദാർ എന്നിവയുള്ള പ്രധാന റോഡുകളുടെ നിയന്ത്രണം അവർ ഏറ്റെടുത്തു. ഇക്കാരണത്താൽ ഈ സ്ഥലത്തിന് ആളുകളുമായുള്ള, അതായത് പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വാദം ഇപ്പോഴും അവർ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും സമീപ വർഷങ്ങളിൽ ബലൂചിസ്ഥാനിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വരികയാണ്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ തന്ത്രം ഫലപ്രദമല്ല എന്നാണ് പാക് ഭരണകൂടവും ഇപ്പോൾ കരുതുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ബലൂചിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പല ഭാഗങ്ങളിലും അഴിച്ചുവിടുന്നു. നേരെ മറിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനം കൂടുതൽ സജീവമായിരിക്കുന്നു ബലൂചിസ്ഥാനിൽ. അടുത്തിടെ ബലൂചിസ്ഥാനിൽ BLA നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പാകിസ്ഥാൻ സൈന്യത്തെ മാത്രമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതൊക്കെ ഇതിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ബലൂചിസ്ഥാൻ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്തു നിന്നും അഴിച്ചുവിട്ടിരുന്നു. ശേഷം ഇന്ത്യയോട് ബലൂചിസ്ഥാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, നിങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയാൽ ഞങ്ങൾ ഈ ഭാഗം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. എന്നാൽ ഇന്ത്യ അതിന് ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ബലൂചിസ്ഥാൻ കൂടുതൽ ശക്തിയോടുകൂടി പല നഗരങ്ങളും പിടിച്ചെടുത്ത് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.